ഈ റഷ്യൻ ക്രൂഡും അല്ല ഈ ടാരിഫ് ഒന്നും ഈ പറയുന്ന റെസിപ്രോക്കൽ ടാരിഫ് എന്നൊക്കെ പറയുന്നത് 24-25% എന്നൊക്കെ പറയുന്നത് ട്രംപ് വിചാരിച്ച് അത് 10, 12, 11, 5, 6 ഒക്കെ ആക്കി തരും. കാരണം അത്ര വലിയ സംഭവമൊന്നുമല്ല ഇന്ത്യയെ രക്ഷപ്പെടുത്തണം താല്പര്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അയാളുമായിട്ട് ഉടക്ക രീതിയിൽ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് പെട്ടെന്ന് ഉടക്ക രീതിയിൽ അത് കാണിച്ചിട്ട് പെട്ടെന്ന് ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോയി, പെട്ടെന്ന് റഷ്യയെ കെട്ടിപ്പിടിക്കാൻ പോയി, അതവർ അംഗീകരിച്ചില്ല. കാരണം നിങ്ങൾ അവരുടെ കൂടെ കിടന്ന് അവരുമായിട്ട് അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു ഗ്ലോബൽ ലീഡറും വിശ്വഗുരുവും ഒക്കെ ആയ ശേഷം അതല്ല ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വെറുതെ വിടത്തില്ല. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത് കറക്റ്റായിട്ട് വരുന്നു. ഇപ്പം ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത് പോസിറ്റീവ് സൈൻ ഉണ്ടായി. അതായത് ഈ സത്യ നഡേല മൈക്രോസോഫ്റ്റ് അവർ ഇന്ത്യയിൽ എയുടെ ബേസും പരിപാടികൾക്ക് എക്സ്പാൻഷന് വേണ്ടി $17.5 ബില്യൺ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ 5 അമേരിക്കൻ ടെക് ജയൻസ് അവരും വന്ന് പ്രധാനമന്ത്രിയെ ഇന്ന് കണ്ടു. ഈ അമേരിക്കൻ ടെക് കമ്പനി ഇന്ത്യ വരുന്നത് ട്രംപ് അറിയാതെയാണ്. ഇതൊക്കെ അമേരിക്കൻ പോളിസിയിലുണ്ടാവുന്ന ഷിഫ്റ്റിൻ്റെ ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് 6, 7, 9 മാസമായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറും ഒക്കെ പറഞ്ഞു വിടുന്നു യൂറോപ്പ് ഇപ്പം ചെയ്യും, മറ്റുള്ള രാജ്യം ചെയ്യും, ചൈന ചെയ്യും, റഷ്യ ചെയ്യും. എന്തുകൊണ്ടും ഉണ്ടായി? ആരെങ്കിലും ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു? ഇൻ ബിറ്റ്വീൻ നേരത്തെ അനൗൺസ് ചെയ്ത ഗൂഗിളിൻ്റെ ഒരു പ്രോജക്റ്റ് ആന്ധ്രാപ്രദേശിൽ വരുന്നു. അത് ഏകദേശം 1 ലക്ഷം കോടി ഇന്ത്യൻ കറൻസിയാണ് അവർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഏകദേശം അത് 12 ബില്യൺ അടുപ്പിച്ചെങ്ങാണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന സത്യ നഡേല മറ്റുള്ള ടെക് കമ്പനീസിൽ ഇവർ നേരത്തെ ഇതിപ്പോഴല്ല, ഇത് ലോങ് ഗോയിങ് പ്രോസസ്സാണ്. അപ്പം ഇന്ത്യയുമായിട്ടുള്ള മോദിയുടെ ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഡിലേ ആയത്. ഇതാണ് എൻ്റെ കാര്യം. എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്രാവശ്യം, അതായത് അദ്ദേഹം ചാർജ് എടുത്ത ശേഷം പോയപ്പോൾ പറഞ്ഞത് എന്തുവാ? ഇന്ത്യയുമായിട്ട് 500 ബില്യൻ്റെ ട്രേഡ് ഉണ്ടാക്കും. അതിനുവേണ്ടി അമേരിക്ക എല്ലാം സഹായിച്ചു. ആ ബന്ധത്തിലാണ് ഇവർ പോയത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇതെല്ലാം വഷളായി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരും നെഗറ്റീവായിട്ട് ഫീഡ് ചെയ്തു. അത് ബേസിക് മനസ്സിലാക്കേണ്ടത് ട്രംപിനെ ഡീല് ചെയ്യാൻ പഠിച്ചോണം.